നമ്മൾ ഈ പഞ്ചാര അടി എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളെ അങ്ങ് വല്ലാണ്ട് കളിയാക്കി കളയുന്നുണ്ട്. അത് കളിയാക്കേണ്ട കാര്യമല്ല. വചനത്തിൽ എന്ന് പറയുന്നത് മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു, മധുര ഭാഷണം സ്നേഹിതരെ ഉത്തേജിപ്പിക്കുന്നു. ഈ മധുര ഭാഷണം എന്ന് പറയുന്നതിനെ നമ്മൾ കണക്കാക്കുന്നത് ഒരു പഞ്ചാര അടി എന്നൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ അടുത്ത് പോയി പറയണ പറച്ചിൽ, പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങളുടെ അടുത്ത് പോയി പറയണ പറച്ചിൽ, അതിനൊരു വല്ലാത്ത പഞ്ചാര അടി എന്നൊക്കെയാണ് നമ്മൾ പറയണത്. അല്ലെന്നേ, അതങ്ങനെ മാത്രമല്ല. പഞ്ചാര അടിക്കണം, സ്വന്തം സുഹൃത്തുക്കളുടെ അടുത്ത് പഞ്ചാര അടിക്കണം, സ്വന്തം ജീവിത പങ്കാളിയുടെ അടുത്ത് പഞ്ചാര അടിക്കണം, സ്വന്തം മാതാപിതാക്കന്മാരുടെ അടുത്ത്, നമ്മുടെ കൂടെയുള്ളവരുടെ അടുത്ത് പഞ്ചാര അടിക്കണം. മധുര ഭാഷണം എന്ന് പറയുന്നത് വളരെ മധുരമായി രസമായി നമ്മൾ സംസാരിക്കുന്നതാണ്. അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ചെറിയ ആകർഷണം തോന്നണവരോട് അടുത്ത് പോയി ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് ഒരു ചെറിയ നാണമൊക്കെ ഇട്ട് ഒരു ചെറിയ ഇതൊക്കെ ഇട്ട് അടിക്കണ ഡയലോഗ് മാത്രമല്ല മധുര ഭാഷണം എന്ന് പറയുന്നത്. അതിന് പഞ്ചാര അടിയായിട്ട് മാത്രം കണക്കാക്കരുത്. അതൊക്കെ നമ്മുടെ സൗഹൃദത്തിൽ ആവശ്യമാണ്, നമ്മുടെ ബന്ധങ്ങളിൽ ആവശ്യമാണ്. നമ്മൾ ഈ പഞ്ചാരയടി എന്ന് പറഞ്ഞ് കളിയാക്കണത് അങ്ങനത്തെ നല്ല സംസാരങ്ങൾ നമ്മളുടെ ബന്ധങ്ങളിൽ ആവശ്യമാണ്. തിരിച്ചറിയാൻ പറ്റണം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.